റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. വഅസ്മഉ മാ ലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നുണ്ട്. അത്തതിസ് സമാഉ വഹഖ ലഹാ അൻ തഇത്ത, ഭാരം കാരണത്താൽ ആകാശത്തിന് ശബ്ദം ഉണ്ടാകുന്നുണ്ട്, ആകാശത്തിൽ സംഭവിക്കേണ്ടതാണ്. മാ ഫീഹാ മൗദിഉ അർബഇ അസാബിഅ ഇല്ലാ വമലകുൻ വാദിഉൻ ജബ്ഹതുഹു സാജിദൻ ലില്ലാഹ്, ആകാശത്തിൽ ഒരു 4 വിരൽ വെക്കാനുള്ള സ്ഥലമില്ല, അവിടെ ഒരു മലക്ക് തന്റെ നെറ്റി അല്ലാഹുവിന് മുമ്പിൽ സുജൂദിലായി വെച്ചുകൊണ്ടല്ലാതെ. വല്ലാഹി ലൗ തഅലമൂന മാ അഅലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, പരലോകത്തെ കാര്യങ്ങളെ കുറിച്ച് ഏറ്റവും അറിവുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലാഹി അല്ലാഹുവാണ്, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലവഹിത്തും ഖലീല വലബകൈതും കസീറ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. വമാ തലദ്ദൽതും ബിന്നിസാഇ അലൽ ഫുറുഷ്, നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങളുടെ കിടപ്പറയിൽ ആസ്വദിക്കില്ല. വല ഖറജതും ഇല സുഅദാതി തജ്അറൂന ഇലല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങി വഴികളിൽ അല്ലാഹുവിനോട് സഹായം ചോദിച്ച് നിലവിളിച്ചു പോകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അല്ലാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം നാം കണക്കാക്കണം, അല്ലാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യം നാം നൽകണം. സഹാബാക്കൾ, നിങ്ങൾക്കറിയുമോ, ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിക ലോകത്തിന്റെ ചക്രവർത്തിയായി കിസ്റ കൈസർ കൊട്ടാരങ്ങളെ കീഴ്പ്പെടുത്തി റോം പേർഷ്യൻ സാമ്രാജ്യങ്ങളെ അധികാരപ്പെടുത്തിയിരുന്ന, ഏതൊരു മനുഷ്യനും മുട്ടുവിറക്കുന്ന, പിശാച് പോലും പേടിച്ചു പോകുന്ന, ഇസ്ലാമിക ഉമ്മത്തിന്റെ ഫിത്നകൾക്കെതിരെയുള്ള കവാടമായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹുവിന് മുമ്പിൽ എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം വുദു എടുത്ത് നമസ്കരിക്കാൻ നിന്നാൽ വിറക്കുമായിരുന്നു. വുദു എടുത്തു കഴിഞ്ഞാൽ വിറക്കും. എന്താണെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത്, ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത് എന്നുള്ള ഭയം. അതുപോലെ തന്നെ ഇന്ന അദാബ റബ്ബിക ലവാഖിഹ്, അല്ലാഹുവിന്റെ ശിക്ഷ, നിന്റെ റബ്ബിന്റെ ശിക്ഷ എന്തായാലും സംഭവിക്കുമെന്ന് പറഞ്ഞത് കേട്ട് ഈ ഉമർ ഇബ്നുൽ ഖത്താബ് ബോധരഹിതനായി അസുഖം ബാധിച്ചവനെ പോലെ ബോധം നഷ്ടപ്പെട്ടവനായത്. സഹോദര, അല്ലാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം നാം കണക്കാക്കണം. അല്ലാഹുവിന് കൊടുക്കേണ്ട പ്രാധാന്യം, അല്ലാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യം, അല്ലാഹുവിന് കൊടുക്കേണ്ട വഖാറത്ത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്തുപറ്റി നിങ്ങൾ അല്ലാഹുവിന് ഒരു വഖാറത്ത് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, വമിൻ വഖാരിഹി അൻ തസ്തഹ്യ മിൻഹു ഫിൽ ഖുൽവ അഅ്ളമ മിമ്മാ തസ്തഹി മിൻ അകാബിരിൻ നാസ്, അല്ലാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യത്തിൽപ്പെട്ടതാണ് നീ ഒറ്റക്കാകുമ്പോൾ നിന്റെ രഹസ്യത്തിൽ നീ ജനങ്ങളിൽ ഏറ്റവും മാന്യന്മാരായ ആളുകളുടെ മുമ്പിൽ എങ്ങനെ ലജ്ജ കാണിക്കുന്നുവോ അതിനേക്കാൾ മഹത്തരമായ രീതിയിൽ ലജ്ജ കാണിക്കുക എന്നുള്ളത്. സഹോദര, സലഫുകൾ പറയുമായിരുന്നു, ലാ തൻദുർ ഇലാ സിഗരി ദംബ്, നീ ചെയ്യുന്ന പാപത്തിന്റെ നിസ്സാരതയിലേക്ക് നോക്കണ്ട, വലാകിൻ ഉൻദുർ ഇലാ അളമതി മൻ അസൈത, നീ ധിക്കരിക്കുന്നത് ആരെയാണോ അവന്റെ മഹത്വത്തിലേക്ക് നോക്കുക. ചെയ്യുന്ന പാപം നിസ്സാരമായിരിക്കും, പക്ഷേ നീ ധിക്കരിക്കുന്നത് ആകാശഭൂമികളുടെ റബ്ബായ, ആകാശഭൂമികൾ കൈപ്പിടിയിൽ ചുരുട്ടിപ്പിടിക്കുന്ന റബ്ബുൽ ആലമീനായ, ജബ്ബാറായ, മുതകബ്ബിറായ, മാലിക്കായ, അസീസായ അല്ലാഹുവിനെയാണ് എന്ന് നീ ഓർക്കുക. സഹോദര, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. മനുഷ്യൻ വേട്ടയാടാൻ പഠിപ്പിച്ച ഒരു നായ, ആ നായ അതിനിഷ്ടമുള്ള ഇരയായിട്ട് പോലും, അതിന് കഴിക്കാൻ ആഗ്രഹമുള്ള സാധനമായിട്ട് പോലും തന്റെ യജമാനോടുള്ള ബഹുമാനം കൊണ്ട്, തന്റെ യജമാനെ കുറിച്ചുള്ള ഭയം കൊണ്ട് ആ ഇരയെ യജമാനെ മുമ്പിൽ ഇട്ടുകൊടുക്കും. നിന്റെ റബ്ബ് എന്തെല്ലാം കാര്യങ്ങളാണ് നിന്നെ പഠിപ്പിച്ചത്, നിന്റെ റബ്ബ് എന്തെല്ലാം കാര്യങ്ങളാണ് നിന്നോട് കൽപ്പിച്ചത്, നിന്റെ റബ്ബ് എന്തെല്ലാം കാര്യങ്ങളാണ് നീ വിരോധിച്ചത്. നിന്റെ റബ്ബിനെ കണക്കാക്കേണ്ട മുറപ്രകാരം നിനക്ക് കണക്കാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, നിന്റെ റബ്ബിന് ഒരു ഗാംഭീര്യം കണക്കാക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ അപകടത്തിലായിരിക്കും. സഹോദര, നീ നിന്നോട് ചോദിക്കുക, എന്താണ് റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് നീ കൊടുക്കുന്ന ഗാംഭീര്യം?